നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. തൃശൂർ ലോകത്തിന് സമർപ്പിക്കുന്ന ദൃശ്യവിസ്മയത്തിന്റെ സുന്ദര ചെപ്പു തുറന്നു. ആകാശവട്ടത്ത് സാമ്പിൾ വെടിക്കെട്ടിന്റെ കരിമരുന്ന് ഇന്ദ്രജാലം. വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് സ്വദേശി PM സതീശൻ പറയമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങൾക്ക് വെടിക്കെട്ടൊരുക്കി ചരിത്രത്തിലിടം നേടി. വ്യാഴാഴ്ച പൂരത്തിന്റെ വിസ്മയ കാഴ്ചകൾ പെയ്തിറങ്ങാൻ തുടങ്ങും. നെയ്തലക്കാവിലമ്മ പറയമേക്കാവ് തെക്കേ ഗോപുര നട തള്ളിത്തുറക്കും. ഇത്തവണയും എറണാകുളം ശിവകുമാരന് നിയോഗം. പൂരച്ചടങ്ങുകൾക്ക് വിഘാതമായി മാറിയ മറ്റൊരു വിവാദ ഉത്തരവ് കൂടി പിൻവലിച്ച് വനം വകുപ്പ്. ആന പരിശോധനയ്ക്ക് വെറ്ററിനറി ഡോക്ടറുടെ പരിശോധനയ്ക്ക് പുറമെ വനം വകുപ്പ് ഡോക്ടർമാർ കൂടി പരിശോധിക്കണമെന്ന ഉത്തരവാണ് വൻ പ്രതിഷേധത്തിനിടെ പിൻവലിച്ചത്. പൂരം സുഗമമായി നടക്കുമെന്ന് മന്ത്രി കെ രാജൻ. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനത്ത് വർണ്ണക്കാഴ്ചകളുടെ സുന്ദര വിരുന്നൊരുക്കി ആനച്ചമയ പ്രദർശനത്തിന്റെ മതിവരാ കാഴ്ച. വെട്ടിത്തിളങ്ങി നെറ്റിപ്പട്ടങ്ങൾ, വെഞ്ചാമരം, ആലവട്ടം, മുത്തുക്കുടകൾ വിസ്മയ വസന്തമായി. തിരുവമ്പാടി പ്രദർശനം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിന്റെ വിവിധ കോണുകളിലുള്ളവർ കണ്ണികളായി. ഒടുവിൽ പാവർട്ടി സെന്റ് ജോസഫ് ദേവാലയ പെരുന്നാൾ വെടിക്കെട്ടിന് അനുമതി. ജില്ലാ ഭരണകൂടമാണ് കർശന ഉപാധികളോടെ അനുമതി നൽകിയത്. വെടിക്കെട്ട് കലാകാരന്മാർക്ക് യൂണിഫോം നിർബന്ധം. ഗുണ്ട്, അമിട്ട്, കുഴിമിന്നലിന് അനുമതിയില്ല. 100 മീറ്റർ അകലത്തിൽ ബാരിക്കേഡ് നിർമ്മിച്ച് കാണികളെ അകറ്റി നിർത്തണം. വെടിക്കെട്ട് പ്രദർശനം വീഡിയോ ചിത്രീകരണം നടത്തി കോപ്പി ADM-ന് നൽകണം. പൊട്ടിത്തീരാത്ത പടക്കങ്ങൾ നീക്കം ചെയ്യണമെന്നും ആവശ്യം. ആലത്തൂർ മണ്ഡലം ഇടത് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണനെ ഐക്യദാർഢ്യവുമായി വ്യാപാരി സമൂഹം. വ്യാപാരി വ്യവസായി സമിതി അത്താണി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ. രാധാകൃഷ്ണന്റെ വിജയം ഉറപ്പാക്കുന്ന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ തീരുമാനം. സേവ്യർ ചിറ്റിലപ്പിള്ളി MLA ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുത്തതാണ് കഴിഞ്ഞ 10 വർഷക്കാലത്തെ മോദി ഭരണത്തിന്റെ നേട്ടമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജി. മതേതര രാഷ്ട്രമായ ഇന്ത്യയിൽ വർഗീയത വളർത്താനാണ് മോദിയുടെ ശ്രമമെന്നും ആരോപണം. സംസ്ഥാനത്ത് പിണറായി വിജയന്റെ ഏകാധിപത്യ ഭരണം. മോദിയോട് സന്ധി ചെയ്ത് മകളെ സംരക്ഷിച്ചെടുക്കാനാണ് പിണറായിയുടെ ശ്രമമെന്നും കുറ്റപ്പെടുത്തൽ. സംസ്ഥാനത്ത് CPM-ന് വേണ്ടി കൊല നടത്തുന്നവരുടെ ആത്മഹത്യ വർദ്ധിച്ചു വരുന്നതായും ഷാജി. ചേലക്കര നിയോജക മണ്ഡലത്തിൽ ജനഹൃദയം കീഴടക്കി രമ്യ ഹരിദാസിന്റെ പര്യടന പരിപാടി. തലപ്പള്ളി താലൂക്ക് ആസ്ഥാനമായ വടക്കാഞ്ചേരി പട്ടണത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ വടക്കാഞ്ചേരി ബൈപ്പാസ്. മുൻ MLA അനിൽ അക്കര ആവിഷ്കരിച്ച പദ്ധതി ഇഴയുന്നു എന്ന ആരോപണത്തിനിടെ സാറ്റലൈറ്റ് സർവേക്ക് തുടക്കം. സംസ്ഥാനപാതയിൽ കരുതക്കാട് പള്ളി പരിസരത്ത് നിന്ന് ആരംഭിച്ച് അകമലയിൽ അവസാനിക്കുന്ന 5.6 കിലോമീറ്റർ ദൂരത്തിലാണ് ബൈപ്പാസ്. നടപടികൾ വേഗത്തിലാക്കണമെന്ന് ജനകീയ ആവശ്യം. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് പരീക്ഷകളിൽ അടിമുടി ഗുരുതര വീഴ്ചയെന്ന് CAG കണ്ടെത്തൽ. ടെസ്റ്റ് നടത്തുമ്പോൾ സീറ്റ് ബെൽറ്റോ ഹെൽമറ്റോ ധരിക്കുന്നില്ല. ഇരുചക്രവാഹനത്തിന്റെ റോഡ് ടെസ്റ്റ് നടത്തുന്നത് ഗ്രൗണ്ടിൽ തന്നെ. ഡ്രൈവിംഗ് സ്കൂൾ അധികൃതർ പരീക്ഷകളിൽ ഇടപെടുന്നതായും CAG. പരിശോധന നടന്നത് സംസ്ഥാനത്തെ 37 ടെസ്റ്റ് ഗ്രൗണ്ടുകളിൽ. കർശന നടപടിക്കും ശുപാർശ. മോട്ടോർ വാഹന വകുപ്പിന്റെ രേഖകൾ മലയാളത്തിൽ മാത്രമാക്കാൻ നിർദ്ദേശം. തൃശൂർ ജില്ലയിൽ കൊടും ചൂട്. വ്യാഴാഴ്ച 38 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയരും.
പാലക്കാട് 39 ഡിഗ്രി സെൽഷ്യസ് ആണ് ചൂട്. തൃശൂരടക്കം യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും മൂലം കടുത്ത അസ്വസ്ഥതയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. അതീവ ജാഗ്രത പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഇനി 9 ദിനങ്ങൾ മാത്രം അവശേഷിക്കെ പ്രചരണം അതിതീവ്രമാക്കി മുന്നണികൾ. തൃശൂരിൽ കെ മുരളീധരന് വേണ്ടി കളത്തിലിറങ്ങി നടൻ ധർമ്മജൻ ബോൾഗാട്ടി. മുരളീധരൻ എവിടെ മത്സരിച്ചാലും വിജയം ഉറപ്പെന്ന് ധർമ്മജൻ. ചെണ്ട കൊട്ടി വോട്ടർമാരെ ആവേശക്കടലിലാഴ്ത്തി താരം. AICC സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയുടെ പ്രചരണം ശനിയാഴ്ച ചാലക്കുടിയിൽ പ്രസംഗിക്കും. ആലത്തൂരിലെ LDF സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ വടക്കാഞ്ചേരി മണ്ഡലതല പര്യടനവും ശനിയാഴ്ച. വടക്കാഞ്ചേരി പാലസ് റോഡിലെ മേലേതിൽ തറവാട്ടിൽ അത്യപൂർവമായ സ്നേഹസംഗമം. ആരോഗ്യ മേഖലയിലെ സുസ്ഥിര സേവനത്തിന് ഡോക്ടർ ഇന്ദിരാദേവിക്ക് വലിയ അംഗീകാരം. 4 പതിറ്റാണ്ട് മുമ്പ് നടന്ന മികച്ച പ്രവർത്തനത്തിന് സ്നേഹത്തിൽ ചാലിച്ച സ്മരണയുമായി കുടുംബം. 40 വർഷം മുമ്പ് ഒരു സൗകര്യവുമില്ലാതിരുന്ന കാലത്ത് ഡോക്ടറുടെ നേതൃത്വത്തിൽ നടന്ന പ്രസവ ശുശ്രൂഷയിൽ ഒറ്റ പ്രസവത്തിൽ 3 കുട്ടികൾ. ഡോക്ടർ അമ്മയെ കാണാനെത്തിയത് ആ 3 കുട്ടികളും കുടുംബവും. സ്നേഹസമ്മാനം നൽകി ആദരിച്ചു. മധുരം നൽകി ഡോക്ടറുടെ സ്നേഹവാത്സല്യം.